ഹലോ ഗൈസ്, നമ്മുടെ അനുപമ പരമേശ്വരന്റെ ജീവിതത്തിലെ ശരിക്കുമുള്ള വില്ലൻ അതാരാണ്? നമുക്ക് പരിശോധിച്ചാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റാരുമല്ല, നമ്മുടെ അനുപമ പരമേശ്വരനെ കുറിച്ചുള്ള ആ ഇന്റർവ്യൂ. നമ്മുടെ പ്രേമത്തിലെ മേരി, തെലുങ്കിലും തമിഴിലും പോയി കത്തിക്കേറിയ ആ നായിക പെട്ടെന്ന് വന്ന് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 2 വർഷമായി ജീവിച്ചത് അന്യൻ സിനിമയുടെ നടുവിലാണെന്ന്. എന്താണല്ലേ? അല്ല, നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഷൂട്ടിങ്ങും ഗ്ലാമറും ട്രിപ്പും ഒക്കെ ആയിട്ട് സെലിബ്രിറ്റികൾ വളരെ ചില്ലായിട്ടാണ് ജീവിക്കുന്നതെന്നല്ലേ. പക്ഷെ അനുപമ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ആരും അന്തം വിട്ടുപോകും. അപ്പൊ എന്താണ് ഈ സംഭവം? ആരാണ് ശരിക്കും ഈ കഥയിലെ വില്ലൻ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇഴകേറി പരിശോധിക്കാം. നമ്മുടെ ധന്യാവർമ്മയുടെ ചാനലിൽ വന്നിരുന്ന അനുപമ പറഞ്ഞ ആ ഏറ്റവും വൈറലായ ഡയലോഗ് എന്താണെന്നോ? തൻ്റെ മുൻ കാമുകനെ പറ്റി, അതായത് അദ്ദേഹത്തിന്റെ കാമുകനെ പറ്റി അനുപമ പറയുകയാണ്. അദ്ദേഹം ഓരോ ദിവസവും ഓരോരോ സ്റ്റൈലാണ്, അതൊരു സിനിമയായിട്ട് അദ്ദേഹം ഉപമിക്കുകയായിരുന്നു. അതായത് തിങ്കളാഴ്ച അദ്ദേഹം റെമോയാണ്, അദ്ദേഹം സ്നേഹം കൊണ്ട് മൂടും, നീയാണ് എൻ്റെ ലോകം, ഐ ലവ് യു സോ മച്ച്. എന്നാൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറുകയാണ്. അദ്ദേഹം അന്യനായി മാറുന്നു. ഒരു കാരണവുമില്ലാതെ അദ്ദേഹം ദേഷ്യപ്പെടുന്നു, ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നു, പിന്നെ മെയിൽ ഷോവനിസം, അദ്ദേഹം ഭരിക്കുന്നു. എന്നാൽ ബുധനാഴ്ചയോ അദ്ദേഹം അമ്പി കണ്ണ് നിറച്ചു വന്നിരുന്ന സോറി പറയുന്നു, എന്നെ വിട്ടു പോകല്ലേ, ഇനി ഞാനിങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്നേഹം കൊണ്ട് മൂടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ സിനിമയിൽ മാത്രം കണ്ട ഈ 3 ഭാവങ്ങൾ ഒരൊറ്റ വ്യക്തിയിൽ 3 ദിവസം കൊണ്ട് ഒരാൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാകും അദ്ദേഹത്തിന്റെ കിളി പോകും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുകൊണ്ട് ആളുകൾ ഇതിനോടകം തന്നെ ചോദ്യങ്ങൾ തുടങ്ങി, ആരാണ് ആ അന്യൻ? എന്തായാലും ആ അനുപമ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ ഡിറ്റക്റ്റീവുകൾ അവരുടെ റോളുകൾ ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എനിവേ, തമാശയൊക്കെ മാറ്റിവെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അനുപമ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ എന്ത് പോസ്റ്റ് ഇടണം, എന്ത് ക്യാപ്ഷൻ എഴുതണം, ഏത് തരം ഡ്രസ്സ് ധരിക്കണം എന്നുവരെ അദ്ദേഹത്തെ നിയന്ത്രിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധം കരിയറിലെ വലിയ ഹിറ്റ് സിനിമയായിരുന്ന ഡ്രാഗണിലെ പ്രൊമോഷന് പോലും അദ്ദേഹത്തിന് പോവാതിരിക്കേണ്ടതായി വന്നു. അതിലും കഷ്ടം എന്താണെന്ന് അറിയാം, അദ്ദേഹം പറയുകയാണ്, ഇതുപോലുള്ള വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് നിന്റെ പീരിയഡ്സിന്റെ മൂഡ് സ്വിംഗ് ആണെന്ന് വരെ പറഞ്ഞ് അദ്ദേഹത്തെ ഷെയിം ചെയ്യാറുണ്ടായിരുന്നു അത്രേ. ഒരു പ്രശ്നം സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ എല്ലാത്തിനും കാരണം പെണ്ണിന്റെ തലയിലിടുന്ന സ്ഥിരം ടോക്സിക് സ്വഭാവം. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പരത എന്ന സിനിമയുടെ ഒരു പ്രസ് മീറ്റിൽ അനുഭവം വന്നിരുന്ന കരഞ്ഞായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിലെ സദാചാര അമ്മമാരെല്ലാം പറഞ്ഞു, ഇതൊക്കെ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ ഇന്റർവ്യൂവിൽ അനുപമ അത് ക്ലിയർ ചെയ്യുകയുണ്ടായി. കാരണം അദ്ദേഹം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം കേട്ട കടുത്ത വ്യക്തിഹത്യ കാരണമാണ് അന്ന് നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയതെന്നാണ് അനുപമ തുറന്നു പറഞ്ഞത്. പിന്നെ മറ്റൊരു ആരോപണം, അനുപമ പണത്തിന് വേണ്ടി അടുത്തതാണ് ഈ കാമുകനായിട്ട് എന്നാണ്. അതിനുവേണ്ടി അനുപമ കൊടുത്ത മറുപടിയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും മാസമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ റിലേഷൻ തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ അനുപമയായിട്ട് എൻഗേജ്മെന്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അനുപമ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ വേണ്ടെന്ന്, ആ എൻഗേജ്മെന്റ് വേണ്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പണം ഡിഗ് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് വാങ്ങി കോടികൾ മേടിക്കാമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിക്കും ഒരു പോയിന്റ് അല്ലേ ഗൈസ്? എന്തായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആളുകൾ 2 പക്ഷമായി. ഒരു കൂട്ടർ പറയുന്നത് അനുഭവം പറഞ്ഞത് വളരെ ബോൾഡ് ആയിട്ടുള്ള കാര്യമെന്നാണ്. ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതൊരു ധൈര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മറ്റൊരു കൂട്ടർ CBI ലെവലിൽ അന്വേഷണത്തിലാണ്. എന്താണെന്നല്ലേ, ആരാണ് ആ കാമുകൻ? നമുക്കറിയാം ആരായിരിക്കും ആ കാമുകൻ എന്ന് നമുക്കറിയാം. പക്ഷെ അനുപമ പറയാത്ത ആളെ നമ്മൾ ഒരിക്കലും പുറത്ത് പറയുന്നത് ശരിയല്ല. എന്തായാലും അനുപമ ഇപ്പോൾ ആ ചാപ്റ്റർ എല്ലാം ക്ലോസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലേക്ക് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്വന്തം മെന്റൽ പീസിനേക്കാൾ വലുതല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. അത് ധൈര്യത്തിന് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ഫീമെയിൽ ആക്ടറെ സംബന്ധിച്ച് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ് ട്രോമ തുറന്നു പറയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ നാട്ടിലെ ഒരു പ്രവണത എന്താണ്, ഒരു ഇരയെ തന്നെ ആദ്യം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയും ഇങ്ങനെ പരസ്യമായിട്ട് വന്ന് പറയാറില്ല. കാരണം എന്തുകൊണ്ടാണ് പറയാത്തത്? അവർ പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനിയും മുമ്പോട്ട് ജീവിക്കാനുണ്ട്. ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞാലും അദ്ദേഹത്തിന് പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ ഇത് ഒരു പാരയായിട്ട് മാറും. ഒരു കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ അത് പുതിയ ജീവിതത്തെ ബാധിക്കും എന്നുള്ള പേടി കൊണ്ട് പല പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും ആയിക്കോട്ടെ, അവരാരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുറന്നു പറയത്തില്ല. അവർ ആ ട്രോമ അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കും. അങ്ങനെ ആ ട്രോമയിൽ അവർ ജീവിക്കും. അത് ഒഴിവാക്കി അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് എല്ലാവരോടും തുറന്നു പറഞ്ഞ ആ ബോൾഡ്നെസ്സിനെ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഈ ചെയ്ത ആളുകളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ണറിന്റെ
പേര് പറയാതിരുന്നത് വളരെ പക്വതയായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ചുമ്മാ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന അയാൾ എന്നെ എങ്ങനെ ചെയ്തു, ഇയാൾ എന്നെ ഇങ്ങനെ ചെയ്തു, അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും അയാളുടെ പേര് വെളിപ്പെടുത്താതെ, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാതെ ഇങ്ങനെ ചെയ്യാൻ കാണിച്ച അനുപമ, യു ആർ ഗ്രേറ്റ്. ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെട്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കാശുണ്ട്, പ്രശസ്തിയുണ്ട്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ മാനസിക സമാധാനവും ബഹുമാനവും ഇല്ലാത്ത ഒരിടത്ത് ഈ പണവും പ്രശസ്തിയൊന്നും ഒരു ആശ്വാസമാവില്ലെന്ന് ഇത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ആത്മാഭിമാനത്തെക്കാളും മെന്റൽ പീസിനേക്കാളും വലുതല്ല ഒരു ബന്ധമെന്ന് തിരിച്ചറിയാൻ കുറച്ചു വൈകിയാലും അത്തരം ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കാണിക്കുന്ന ധൈര്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അനുപമ ഈ ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇത്തരം ടോക്സിക് സ്വഭാവങ്ങൾ തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ എന്താണ് വഴി? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഷെയറും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തേക്കണേ. അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. Bye bye. This is Majish signing off, M Studios.